Hello everyone, it's me Hannah. Welcome back to my YouTube channel. If you guys are new over here, please don't forget to subscribe to our YouTube channel. And without wasting time, let's get started. ക്ലാസ് വിട്ടു നമ്മൾ വളരെ കോമൺ ആയിട്ട് പറയുന്ന ഒരു സെൻറ്റൻസ് ആണല്ലേ. ക്ലാസ് വിട്ടു എന്നുള്ളത് നമ്മൾ സ്കൂൾ വിട്ടു എന്നും പറയും. പക്ഷേ ഇംഗ്ലീഷിൽ നമ്മൾ ക്ലാസ് എന്ന് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. സെൻറ്റൻസിൽ എങ്ങനെയാണ് പറയുക? ദ ക്ലാസ് ഹാസ് ഡിസ്പേഴ്സ്ഡ്. ക്ലാസ് വിട്ടു എന്നെങ്ങനെയാണ് പറയുക? ദ ക്ലാസ് ഹാസ് ഡിസ്പേഴ്സ്ഡ്. ദ ക്ലാസ് ഹാസ് എൻറ്റഡ് എന്ന് പറയാം, പക്ഷേ കൂടുതലും യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ദ ക്ലാസ് ഹാസ് ഡിസ്പേഴ്സ്ഡ് എന്നാണ് കേട്ടോ. ബെല്ലടിക്കാറായി, ഇതെങ്ങനെ പറയും? ഇറ്റ് ഇസ് ടൈം ഫോർ ദ ബെൽ. ഇറ്റ് ഇസ് ടൈം ഫോർ ദ ബെൽ. ബെല്ലടിക്കാറായി, ഇറ്റ്സ് ടൈം ഫോർ ദ ബെൽ എന്ന് നമുക്ക് പറയാം. എന്നാ സ്കൂൾ അടയ്ക്കുക, ഇതെങ്ങനെ ചോദിക്കും? When will the school be closing? എന്നാ സ്കൂൾ അടയ്ക്കുക? When will the school be closing? എന്നാ സ്കൂൾ അടയ്ക്കുക എന്നെങ്ങനെയാണ് നമ്മൾ പറയാ ഇംഗ്ലീഷിൽ? When will the school be closing? അല്ലെങ്കിൽ when will the school close എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഗ്രാമാറ്റിക്കലി തെറ്റല്ല കേട്ടോ. അപ്പോൾ എന്നാ സ്കൂൾ അടയ്ക്കുക? When will the school be closing? ഇനി എന്നാ സ്കൂൾ തുറക്കുക എന്നെങ്ങനെ ചോദിക്കും? When will the school reopen? അതാണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെൻറ്റൻസ്. When will the school reopen? When will the school reopen? ഞാൻ ബസ്സിൽ കയറി, ഇത് നമ്മൾ എങ്ങനെയാണ് പറയുക? ഞാൻ ബസ്സിൽ കയറി എന്ന് പറയാനായിട്ട് I got on the bus. എന്തുകൊണ്ടാണ് നമ്മൾ ഓൺ യൂസ് ചെയ്യുന്നത്? ബസ്സിൽ നമുക്ക് നിൽക്കാനും നടക്കാനും ഒക്കെ പറ്റും അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഓൺ യൂസ് ചെയ്യുന്നത്. പ്ലെയിനും ട്രെയിനും ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഓൺ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ബസ്സിൽ കയറി, ഐ ഗോട്ട് ഓൺ ദ ബസ്. ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി, ഇതെങ്ങനെ പറയും? ഓണിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, കയറുക എന്നുള്ളതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓൺ, ഇവിടെ ഓഫ് വരും. അപ്പോൾ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി, ഐ ഗോട്ട് ഓഫ് ദ ബസ്. ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി, ഐ ഗോട്ട് ഓഫ് ദ ബസ്. എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം, ഇത് നമ്മൾ എങ്ങനെ പറയും? എനിക്ക് ഇറങ്ങണം, എൻ്റെ ആവശ്യമാണ് അല്ലേ? അപ്പോൾ ഐ നീഡ് ടു ഗെറ്റ് ഓഫ്. ഐ നീഡ് ടു ഗെറ്റ് ഓഫ്. എവിടെ? അടുത്ത സ്റ്റോപ്പിൽ, അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം, ഐ നീഡ് ടു ഗെറ്റ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. അതേപോലെ ഞാൻ ബസ്സിൽ കയറി എന്ന് പറയാനായിട്ട് നമ്മൾ ഐ ഗോട്ട് ഓൺ ദ ബസ് എന്ന് പറഞ്ഞില്ലേ? അതിന് പകരം ഞാൻ ബസ് പിടിച്ചു എന്നൊക്കെ പറയില്ലേ? അതിന് ഐ ബോർഡഡ് ദ ബസ് എന്നും നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു, ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സോ അൺടിൽ വി സീ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് മീ ഹന സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ ബൈ.